നിങ്ങൾ പലതരത്തിലുള്ള പാർട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ റിസപ്ഷൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ക്ഷണക്കത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് പാർട്ടി തുടങ്ങുന്നതിനും ദിവസങ്ങൾക്ക് മുൻപാണ്. പ്രശസ്ത ആസ്ട്രോഫിസിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു പാർട്ടി നടത്തിയിരുന്നു. വളരെ വിശാലമായ ഒരു പാർട്ടി തന്നെയായിരുന്നു. എന്നാൽ ആ പാർട്ടിക്ക് ശേഷമാണ് അദ്ദേഹം മറ്റുള്ള ആളുകളിലേക്ക് അതിൻ്റെ ഇൻവിറ്റേഷൻ എത്തിച്ചത്. അടുത്ത ദിവസത്തെ പത്രത്തിൽ തന്നെ അദ്ദേഹം അത് പബ്ലിഷ് ചെയ്ത് വിടുകയും ചെയ്തു. അപ്പോൾ എന്തിനായിരിക്കാം അദ്ദേഹം പാർട്ടി നടത്തിയത്? പാർട്ടി നടത്തിയതിന് ശേഷം അതിൻ്റെ ക്ഷണക്കത്ത് അയച്ചതിന് പിന്നിലുള്ള ഔചിത്യം എന്താണ്? അത് ശരിക്കും ഒരു ശാസ്ത്ര പരീക്ഷണമായിരുന്നു. ടൈം ട്രാവലേഴ്സിന് വേണ്ടി നടത്തിയ ഒരു പാർട്ടിയായിരുന്നു. ആ പാർട്ടിയിൽ ആരെങ്കിലും എത്തിയിരുന്നോ? ഐൻസ്റ്റീൻ്റെ ടൈം ഡയലേഷൻ തിയറി അനുസരിച്ച് ടൈം ട്രാവലിംഗ് സാധ്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും ടൈം ട്രാവലിംഗ് നടത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗണിതശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. ആ ഗണിതശാസ്ത്ര സമവാക്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സ്പീഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ടൈം ട്രാവൽ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഐൻസ്റ്റീൻ്റെ സമവാക്യം അനുസരിച്ച് ഫ്യൂച്ചറിലേക്ക് ഏറ്റവും ടൈം ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തി ഒരു റഷ്യക്കാരനാണ്, ഒരു റഷ്യൻ കോസ്മോനോട്ടാണ്. ഗെനഡി പഡാൽക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 879 ദിവസങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള 5 മിഷനുകളിലൂടെ സ്പേസിൽ വലം വെച്ച് നടന്നത്. ടൈം ഡയലേഷന്റെ സമവാക്യം ഉപയോഗിച്ച് അദ്ദേഹം 0.02 സെക്കൻഡ് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്തു എന്ന് മനസ്സിലാക്കാം. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഖ്യയാണ്. വളരെയധികം മുൻപിലുള്ള ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്? മണിക്കൂറുകൾ മുമ്പിലേക്ക്, ദിവസങ്ങൾ മുമ്പിലേക്ക്, മാസങ്ങൾ മുമ്പിലേക്ക്, എന്തിന് വർഷങ്ങൾ വരെ മുമ്പിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ മാർഗമേ ഉള്ളൂ, കൂടുതൽ വേഗതയിൽ യാത്ര ചെയ്യുക. കഴിയുമെങ്കിൽ പ്രകാശത്തിൻ്റെ അത്രയും, അല്ലെങ്കിൽ പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശകലനം മുൻപൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വീഡിയോയിൽ കുറെ കൂടെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വ്യക്തമായി കൂടുതൽ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. പ്രകാശത്തിൻ്റെ വേഗത 1 സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററുകളാണ്. മനുഷ്യർ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള പേടകങ്ങളിൽ വെച്ച് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന പേടകം നാസയുടെ പാർക്കർ സോളാർ പ്രോബാണ്. അതിന് 1 മണിക്കൂറിൽ ഏകദേശം 7 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അതായത് 1 സെക്കൻഡിൽ 196 കിലോമീറ്റർ വേഗത. പക്ഷേ ആ പേടകത്തിൽ മനുഷ്യന് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത ഒരു പേടകമല്ല. അതിനുള്ള സ്ട്രെങ്തോ വലിപ്പമോ ആ പേടകത്തിനില്ല. വലിപ്പം കൂടുന്തോറും, അല്ലെങ്കിൽ ആ പേടകത്തിൻ്റെ മാസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വേഗതയും കുറയുന്നതാണ്. അതുതന്നെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മുടെ മാസ് കൂടുന്നതനുസരിച്ച് വേഗത കുറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രകാശം കഴിഞ്ഞാൽ പ്രകാശത്തിനോട് ഏറ്റവും അടുത്ത വേഗതയിൽ യാത്ര ചെയ്യുന്നത് ന്യൂട്രീനോ എന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അതിന് വളരെ നിസ്സാരമായിട്ടുള്ള മാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്രയും വേഗതയിൽ യാത്ര ചെയ്യാൻ സാധ്യമാകുന്നത്. മനുഷ്യനെ കൊണ്ട് ടൈം ട്രാവൽ ചെയ്യാൻ സാധ്യമാകുമോ? മനുഷ്യർ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടോ? ടൈം ട്രാവൽ ചെയ്തു എന്ന് പറയുന്ന ടൈം ട്രാവലേഴ്സ് അത് നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ആധാരം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബ്രീഫ് ആൻസേഴ്സ് ടു ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 10 പ്രകാശത്തിനോട് അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു. പക്ഷേ ചില ഗവേഷകർ പറയുന്നത് നമുക്ക് പാസ്റ്റിലേക്കും സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ്. അതായത് കഴിഞ്ഞ കാലത്തേക്ക് പോയി അവിടെ നമുക്ക് വേണ്ട ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്ന് ഒരു കൂട്ടർ പറയുന്നു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരീക്ഷണത്തിലൂടെ സാധ്യമല്ല എന്ന് തെളിയിച്ചിരുന്നു. ആ പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒരു പാർട്ടി നടത്തി. ആ പാർട്ടിക്ക് ഒരു ഇൻവിറ്റേഷൻ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അത് പ്രസിദ്ധീകരിച്ചത് പാർട്ടി കഴിഞ്ഞതിന് ശേഷമാണ്. ഈ പാർട്ടിയെക്കുറിച്ച് അടുത്ത ദിവസത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതേ വാർത്തകൾ തന്നെ പല സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 2023 നിൽക്കുന്ന നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ കാണുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്കെല്ലാം അറിയാം അന്നൊരു പാർട്ടി ഉണ്ടായിരുന്നുവെന്ന്. പാസ്റ്റിലേക്ക് അവർക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർ തീർച്ചയായിട്ടും അവിടെ ചെന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു, പാസ്റ്റിലേക്കുള്ള സഞ്ചാരം സാധ്യമല്ല, പക്ഷേ ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് ലളിതമായിട്ടുള്ള ഒരു അനാലജിയിലൂടെ വിവരിക്കാൻ സാധിക്കും. ഒരു ട്രെഡ്മില്ല്, നമ്മൾ വ്യായാമത്തിനും മറ്റും ഉപയോഗിക്കുന്ന ട്രെഡ്മില്ല്, അതിൻ്റെ മുകളിൽ നമ്മൾ ഓടാറുണ്ട്. എത്ര ഓടിയാലും നമ്മൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്.
നമ്മൾ ഓടുന്നത് ശരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബെൽറ്റിൻ്റെ മുകളിലാണ്. ആ ബെൽറ്റിൽ 1, 2, 3 അങ്ങനെ 10 വരെയുള്ള അക്കങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ട്രെഡ്മില്ലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 4 ആ നമ്പറുകളൊക്കെ കഴിയുന്നു. 4 കഴിഞ്ഞപ്പോൾ നമ്മൾ മുകളിലേക്കൊന്ന് ചാടുന്നു. ചാടിയതിന് ശേഷം വീണ്ടും അതേ ട്രെഡ്മില്ലിൽ വന്ന് നമ്മൾ ലാൻഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ നടക്കുന്നത് 8 എന്ന് എഴുതിയിരിക്കുന്ന നമ്പറിലാണ്. അപ്പോൾ ഇതിനിടയ്ക്കുണ്ടായിരുന്ന 5, 6, 7 ഇതിനെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ കാലഘട്ടം കടന്നു പോയിരിക്കുന്നു. ഇതുതന്നെയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു പ്രത്യേക സമയത്ത് നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്നും നമ്മൾ മാറി പെട്ടെന്ന് അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മുൻപിലുള്ള കാലഘട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ടൈം ട്രാവലർ ആണെന്ന് പറഞ്ഞ് നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് അതിൽ ഒരു ഉദാഹരണം എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കാം. നോവ എന്നു പേരുള്ള ഒരു ടൈം ട്രാവലർ. ടൈം ട്രാവലറിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നോവ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം 2030 നിന്നും ടൈം ട്രാവൽ ചെയ്ത് ഈ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതാണെന്നാണ്. കൂടാതെ 2028 ഭൂമിയിൽ ഏലിയൻ സന്ദർശിക്കുമെന്നും 2030 മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കൊച്ചുമകൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്നും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ശക്തമായിട്ടുള്ള യുദ്ധം നടക്കുമെന്നുമൊക്കെ അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. എപ്പെക്സ് TV അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ നുണപരിശോധനയാണ് അവർ നടപ്പിലാക്കിയത്. ലൈവായിട്ട് അദ്ദേഹവുമായി അവർ സംവദിക്കാനായി ശ്രമിച്ചു. അപ്പോൾ നടത്തിയിരുന്ന ആ നുണപരിശോധനയിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നുണപരിശോധനയിൽ നോവ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവമാണെന്ന് തെളിഞ്ഞു. പക്ഷേ അത്ര ക്രെഡിബിലിറ്റി ഉള്ള ഒരു ചാനലല്ല എപ്പെക്സ് TV. അവർ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളും ഇത്തരത്തിൽ വക്രിച്ചിട്ടുള്ള നുണകളായിരുന്നു. പിന്നീട് മറ്റ് ചില ചാനലുകൾ നടത്തിയിട്ടുള്ള പരിശോധനയിൽ അത് കള്ളമാണെന്ന് തെളിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നോവ എന്നല്ല, ഡെന്നിസ് ബെല്ലാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ഒരു യൂട്യൂബറാണ്. മുഖം ബ്ലർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയതാണ്. ഡെന്നിസ് ബെല്ലിന്റെ യൂട്യൂബ് ചാനൽ വീഡിയോസ് വന്നിട്ടുണ്ട്. ആ വീഡിയോ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മുറിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എപ്പെക്സ് TVയിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ അതും ചിത്രീകരിച്ചിരിക്കുന്നത് അതേ മുറിയിൽ തന്നെയാണ്. വിശദമായിട്ടുള്ള പരിശോധനകൾക്കൊടുവിൽ ആ മുറികളുടെ നിറം ഒരുപോലെയാണെന്ന് മനസ്സിലായി. കൂടാതെ ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ആ അടയാളങ്ങളെല്ലാം 2 വീഡിയോയിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിരവധി ആളുകൾ തങ്ങൾ ടൈം ട്രാവലേഴ്സ് ആണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെയും നുണയാണെന്ന് പിന്നീട് പല ചാനലുകളും തെളിയിക്കുകയും ഉണ്ടായി. ഇവരെല്ലാവരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രവചനം. ഇനി വരാൻ പോകുന്ന 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് അവർ പ്രവചിക്കുന്നു. ആ സമയത്ത് ആ വീഡിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ വൈറലാകുന്നു. പക്ഷേ പിന്നീട് 10 വർഷം കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അവർ പിന്നീട് അപ്രത്യക്ഷമാകുന്നു. ചിലപ്പോൾ ആ ചാനൽ തന്നെ പിന്നെ ഉണ്ടായിരിക്കണമെന്നില്ല. സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ പ്രവചിക്കുന്നത്. ഉദാഹരണത്തിന് നോവയുടെ പ്രവചനം എടുക്കാം. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് എല്ലാ ആളുകൾക്കും പ്രവചിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും ആ യുദ്ധം സംഭവിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. അദ്ദേഹത്തിന്റെ പ്രവചനം ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷെ ഭാവിയിൽ അത് നടന്നുകൂടായികയില്ല. ഇനി നമുക്ക് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്യാം എന്ന് തന്നെ എടുക്കാം. നിലവിലുള്ള സാധ്യതകൾ പറയുന്നത് അത് സാധ്യമല്ല എന്നാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വലിയ അപകടങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശസ്തമായിട്ടുള്ള ഒരു ഹോളിവുഡ് സിനിമ തന്നെയുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമാക്കി നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. ബട്ടർഫ്ലൈ എഫക്റ്റ് അനുസരിച്ച് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പോലും ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ചിറകടി മാത്രമായിരിക്കും സംഭവിക്കുന്നത്. ആ പ്രത്യേക ചിറകടി കാരണം ഇവിടെ ഒരു ചുഴലിക്കാറ്റ് പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പാസ്റ്റിലേക്ക് സഞ്ചരിച്ച് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും നടപ്പിലാക്കിയ അണുബോംബ് വിക്ഷേപണം തടഞ്ഞു എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് വഴിമാറി എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും തന്നെ നടക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ചിന്തിച്ചു പോകുന്നതാണ്. മനുഷ്യജീവന്റെ വില എല്ലാ രാജ്യത്തും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആൾക്കാർ മരണമടയുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്. ചുരുക്കത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പഠനങ്ങൾ അനുസരിച്ച് ടൈം ട്രാവലിംഗ് സാധ്യമാകും. പക്ഷേ ആ ടൈം ട്രാവലിംഗ് ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് പാസ്റ്റിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഒരു മാറ്റവും വരുത്താനും സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് സഞ്ചരിക്കാൻ സാധ്യമാകും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻട്രോപ്പി ആണെന്ന് സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നുണ്ട്. എൻട്രോപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷനാണ്. വളരെ ലഘുവായ ഭാഷയിലാണ് അതിന് ഇൻഫർമേഷൻ എന്ന ഒരു അർത്ഥം പറയാൻ സാധിക്കുന്നത്.
പക്ഷേ നമ്മൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ കൂടിക്കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എൻട്രോപ്പി നമുക്ക് തിരികെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. വളരെ എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു ചില്ല് ഗ്ലാസ് നമ്മൾ നിലത്തേക്ക് ഇടുകയാണ്. അത് പൊട്ടിച്ചിതറുന്നു. അത് പൊട്ടിച്ചിതറുന്നത് നമുക്ക് എൻട്രോപ്പി ആയിട്ട് എടുക്കാം. ആ ചില്ലുകൾ കൂടിക്കുഴഞ്ഞു പോവുകയാണ്. സമയവും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കാലവും അങ്ങനെ തന്നെയാണ്. മുന്നോട്ട് പോകും തോറും ഇൻഫർമേഷൻ കൂടിക്കുഴഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിനെ തിരികെ പഴയപടി ചേർക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല, പക്ഷേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കുകയില്ല. ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രേതര വിഷയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.